നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. ഒരു വലിയ ഓണസമ്മാനവുമായാണ് ഇന്ന് വന്നിട്ടുള്ളത്. ബിരുദധാരികൾക്ക് ബാങ്ക് ജോലിയിലേക്ക് നേരിട്ട് വഴിയൊരുക്കി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ IBPS. വിവിധ തസ്തികകളിലേക്കുള്ള ബാങ്ക് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നതിന് സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിനായി രൂപീകരിച്ച ഒരു സ്വയംഭരണ സ്ഥാപനമാണ് IBPS. 11 പൊതുമേഖലാ ബാങ്കുകളിലായി കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് CSA തസ്തികയിലെ 11,403 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ബാങ്കിന്റെ പ്രതിനിധിയായി ഉപഭോക്താക്കൾക്ക് സ്ഥാപനത്തിൽ മുൻനിര സേവനം നടത്തുന്ന ജോലിയാണ് ഇത്. ബാങ്ക് ക്ലർക്കിന്റെ പ്രവർത്തനം തന്നെ. IBPS വിജ്ഞാനമനുസരിച്ച് ഒഴിവുകളിലേക്ക് ഓഗസ്റ്റ് 21-നകം ഓൺലൈനായി അപേക്ഷ നൽകാം. ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് തുടങ്ങി 11 പങ്കാളിത്ത പൊതുമേഖലാ ബാങ്കുകളിലാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അവസരങ്ങളുണ്ട്. ഒഴിവുകളുടെ ഘടന ഇങ്ങനെയാണ്. ഉത്തർപ്രദേശിൽ 1715, കർണാടകയിൽ 1414, തമിഴ്നാട് 675 എന്നിങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒഴിവുകളുണ്ട്. കേരളത്തിൽ 108 ഒഴിവുകളാണ് ഉള്ളത്. ലക്ഷദ്വീപിൽ 11, പുതുച്ചേരി 26 എന്നിവിടങ്ങളിലും അവസരമുണ്ട്. ആകെയുള്ള ഒഴിവുകളിൽ ജനറൽ തസ്തികയിലേക്ക് 4740, പിന്നാക്കം 2815, പട്ടികജാതി 1910, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് 996, പട്ടികവർഗം 942 എന്ന വിധത്തിൽ സംവരണവുമുണ്ട്. കേരളത്തിൽ ജനറൽ 62, പിന്നാക്കം 29, പട്ടികജാതി 9, സാമ്പത്തിക പിന്നാക്കം 8 എന്നിങ്ങനെയാണ് വിവിധ കാറ്റഗറി തിരിച്ചിട്ടുള്ള ഒഴിവുകൾ. ഒരു അംഗീകൃത സർവകലാശാല ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം. പഠന ഭാഗങ്ങളിലോ അതിനുശേഷമോ ഇത് തെളിയിക്കുന്ന രേഖകൾ ഉണ്ടായാൽ മതി. വിദ്യാഭ്യാസ യോഗ്യതകൾ ഓഗസ്റ്റ് 21-നകം ഉണ്ടായിരിക്കണം. പ്രായം 1/8/2026 കണക്കാക്കി 20-നും 28 വയസ്സിനും ഇടയിലായിരിക്കണം. പിന്നാക്കം, പട്ടിക, ഭിന്നശേഷി വിഭാഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ യഥാക്രമം 3, 5, 10 വർഷം ഇളവുണ്ട്. വിധവകൾക്കും നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തി പുനർവിവാഹിതരാകാത്ത വനിതകൾക്കും 35 വയസ്സുവരെയും, ഇതിൽ പിന്നാക്കക്കാർക്ക് 38 വയസ്സുവരെയും, പട്ടിക വിഭാഗത്തിലുള്ളവർക്ക് 40 വയസ്സുവരെയും അപേക്ഷിക്കാം. പ്രിലിമിനറി, മെയിൻ എന്നിങ്ങനെ 2 ഘട്ടങ്ങളായുള്ള ഓൺലൈൻ പരീക്ഷകളിലൂടെയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് മാതൃകയിലായിരിക്കും. പ്രിലിമിനറി പരീക്ഷയുടെ ദൈർഘ്യം 1 മണിക്കൂർ, 100 ചോദ്യങ്ങൾ, 100 മാർക്ക്. ഇംഗ്ലീഷ് ഭാഷ 30 ചോദ്യങ്ങൾ, ന്യൂമറിക്കൽ എബിലിറ്റി 35 ചോദ്യങ്ങൾ, റീസണിംഗ് എബിലിറ്റി 35 ചോദ്യങ്ങൾ എന്നിങ്ങനെ 20 മിനിറ്റുകൾ വീതമുള്ള 3 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. പരീക്ഷയിലെ 3 ഭാഗങ്ങളിലും യോഗ്യത നേടുന്നവർക്ക് മെയിൻ പരീക്ഷ എഴുതാൻ അവസരം ലഭിക്കും. മെയിൻ പരീക്ഷ ഇതിൻ്റെ ദൈർഘ്യം 125 മിനിറ്റാണ്. 160 ചോദ്യങ്ങൾ, 200 മാർക്ക്. ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ് 40 ചോദ്യങ്ങൾ, 50 മാർക്ക്, 20 മിനിറ്റ്. ജനറൽ ഇംഗ്ലീഷ് 40 ചോദ്യങ്ങൾ, 40 മാർക്ക്, 35 മിനിറ്റ്. റീസണിംഗ് എബിലിറ്റി 40 ചോദ്യങ്ങൾ, 60 മാർക്ക്, 35 മിനിറ്റ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 40 ചോദ്യങ്ങൾ, 50 മാർക്ക്, 35 മിനിറ്റ് എന്നീ വിധത്തിലാണ് ചോദ്യപേപ്പർ ഘടന. 2 പരീക്ഷകൾക്കും ഓരോ തെറ്റുത്തരത്തിനും ചോദ്യത്തിന് നേരെയുള്ള മാർക്കിൻ്റെ 0.25 മാർക്ക് നെഗറ്റീവ് ആകും. ചോദ്യത്തിന് ഉത്തരം എഴുതാതിരുന്നാൽ നെഗറ്റീവ് മാർക്ക് ബാധകമല്ല. അപ്പോൾ സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ വെറുതെ കറക്കി കുത്തരുത്, അത് എഴുതാതെ വിടുന്നതാണ് നല്ലത്. കാരണം തെറ്റിപ്പോയെങ്കിൽ കാൽഭാഗം മാർക്ക് പോയി കിട്ടും. മെയിൻ പരീക്ഷയിലെ മികവിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇൻ്റർവ്യൂ ഇല്ല. ഉദ്യോഗാർത്ഥി അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ മനസ്സിലാക്കുവാനും സംസാരിക്കുവാനും വായിക്കുവാനും എഴുതാനുമുള്ള കഴിവ് ഉണ്ടായിരിക്കണം. സെലക്ഷന് ശേഷം ഇതിനായുള്ള ലോക്കൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാകും. SSLC, ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ തത്തുല്യം പരീക്ഷയിൽ പ്രസ്തുത ഭാഷ വിഷയം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് എഴുതേണ്ടതില്ല എന്ന ആനുകൂല്യവുമുണ്ട്. ശമ്പള സ്കെയിൽ വരുന്നത് 24,050, 64,480 രൂപ. DA, HRA തുടങ്ങി നിരവധി ആനുകൂല്യങ്ങളുണ്ട്. മാസശമ്പളം 40,000 രൂപയിലധികം ലഭിക്കും. തുടർ പ്രൊമോഷൻ സാധ്യതകളും ഏറെയുണ്ട്. മറ്റു വിവരങ്ങൾ: പ്രിലിമിനറി പരീക്ഷയ്ക്ക് കേരളത്തിൽ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം എന്നീ ജില്ലകളിലും, മെയിൻ പരീക്ഷയ്ക്ക് കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം എന്നിവിടങ്ങളിലും കേന്ദ്രങ്ങളുണ്ട്. മംഗളൂരു, ഉടുപ്പി, മൈസൂര്, കോയമ്പത്തൂർ, സേലം, വെല്ലൂർ, തിരുനെൽവേലി, കവരത്തി തുടങ്ങിയ സ്ഥലങ്ങളിൽ 2 പരീക്ഷയും എഴുതാം. പ്രിലിമിനറി പരീക്ഷ ഒക്ടോബറിലെ 2ാമത്തെ ആഴ്ചയിൽ നടത്തി നവംബറിൽ ഫലം പ്രഖ്യാപിക്കും. മെയിൻ പരീക്ഷ ഡിസംബർ അവസാന വാരത്തിൽ നടക്കും.
തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അലോട്ട്മെന്റ് 2027 മാർച്ചിൽ വിവിധ ബാങ്കുകളിലേക്ക് കൈമാറും. അപേക്ഷാ ഫീസ് 850 രൂപ. പട്ടിക വിഭാഗക്കാർക്ക് 175 രൂപ. ഉദ്യോഗാർത്ഥികൾ പുതിയ വിവരങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വെബ്സൈറ്റ് തുടർച്ചയായി സന്ദർശിക്കേണ്ടതാണ്. വിവരങ്ങൾക്കുള്ളത് IBPS.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അതുപോലെ സംശയ നിവാരണത്തിന് cgrs.ibps.in നോക്കിയാൽ മതി. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.